ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എല്ലാവരും കാത്തിരുന്ന PSCയുടെ നോട്ടിഫിക്കേഷൻ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസ് അല്ലേ, അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 720/2024 ആണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 31-നായിരുന്നു അല്ലേ. അതിന്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു. ജാനുവരി 29-നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ നേരത്തെയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഏർലി ആയിട്ട് നമുക്കിത് തോന്നാം. അതെ, കാരണം കഴിഞ്ഞ പോളിടെക്നിക് എക്സാം കഴിഞ്ഞത് 21 ജാനുവരി 5-നായിരുന്നു. അപ്പോൾ ഈ 2021 ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഒരു എക്സാമിനേഷൻ ഇപ്പൊ വിളിച്ചിരിക്കുകയാണ് അല്ലേ. അതെ, ഇത്രയും നേരത്തെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കുക എത്ര വേക്കൻസി ആയിരിക്കും ഇനി വരാൻ പോകുന്നതെന്നുള്ളത്. അതെ, നല്ലൊരു ഒരു വേക്കൻസിയാണ് ഇനി PSC മുൻകൂട്ടി കണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ കുറച്ച് നേരത്തെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 26, 27, 28 വർഷങ്ങളിൽ വരാൻ പോകുന്ന വേക്കൻസികൾ കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല വേക്കൻസി ആയിരിക്കും നമുക്ക് നിയർ ടു 39-40 വേക്കൻസീസോളം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ അല്ലേ, എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സ് ഏജ് പൂർത്തിയാക്കിയ ഒരു BTech ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റിന് പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രോണിക്സുകാർക്ക് മാത്രമല്ല, അത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ PG ചെയ്തിട്ടുള്ള ഇപ്പം MTech ഇൻ VLSI അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്ത് PG ചെയ്തവർക്കും ഇത് നല്ലൊരു PhD ചെയ്തവർക്കും. അതെ അതെ, 20 ബിലോ ഏജ് ലിമിറ്റ് ആണ്. മാക്സിമം 39 ഇയേഴ്സ് വരെ ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. 39 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് ഓപ്പൺ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഏറ്റവും ഒരു വലിയ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സാലറി സ്കെയിൽ തന്നെയാണ് അല്ലേ. ACT സ്കെയിലാണ് പറയുന്നത്. അപ്പോൾ ആ സ്കെയിൽ ഓഫ് പേ പറയുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ACT സ്കെയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത് 15,600 to 39,100. പിന്നെ അതിന്റെ കൂടെ ആ ഒരു അക്കാഡമിക് ഗ്രേഡ് പേ പറയുന്നുണ്ട് 5,400. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ടൊന്ന് സംസാരിച്ചിരുന്നു. അവന് ലാസ്റ്റ് പോളി ലെക്ചറിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അവൻ പറയുന്നത് അവന്റെ സാലറി ഇപ്പൊ അവൻ കിട്ടുന്നത് HRA DA എല്ലാം കൂടെ കൂട്ടി കിട്ടുന്നത് ഒരു 53K ആണ് അവന്റെ സാലറി. ഇപ്പൊ HRA ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും 50,000 സ്കെയിൽ ഓഫ് പേ കിട്ടുന്ന ഒരു നല്ല ഒരു പോസ്റ്റാണ്. ഇത്രയും ഒരു ഏജ് ലിമിറ്റിൽ ഒരു 20 ഇയേഴ്സിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സ്കെയിൽ ഓഫ് പേ ആണ് ഈ പോളി ലെക്ചറിൽ കിട്ടുന്നത്. പിന്നെ ഈ ജോബിനെ പറ്റി പറയുവാണെങ്കിൽ അല്ലെ, ടീച്ചിങ് ആണ്. അപ്പൊ ഇത്രയും നോബിൾ ആയിട്ടൊരു പ്രൊഫഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല അല്ലേ. കാരണം നമുക്ക് ഒരു എന്താണ് പറയാ അല്ലേ, ശരിയല്ലേ. അതെ അതെ, ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി എടുക്കുവാണെങ്കിൽ തന്നെ ചില ഗവൺമെന്റ് ജോലികളിൽ നമ്മൾ എടുക്കുന്ന വർക്ക് പ്രഷർ, അതുപോലെ തന്നെ നമുക്കറിയാം പ്രൈവറ്റ് ജോലികൾക്ക് കിട്ടുന്ന പ്രഷർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രഷറും ഈ ഒരു ടീച്ചിങ് ജോബിന് വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും സന്തോഷിക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഈ ഒരു വെക്കേഷൻ, അതായത് കുട്ടികളോടൊപ്പം തന്നെ കുട്ടികൾക്ക് വെക്കേഷൻ ഉള്ള സമയത്ത് തന്നെ നമ്മളും ആഗ്രഹിക്കുന്നതാണ് ഇതുപോലൊരു വെക്കേഷൻ. അപ്പൊ അത് കിട്ടുന്നത് ഇപ്പൊ ക്രിസ്മസ് ആയാലും ഓണമായാലും നമുക്ക് ആ ഒരു 10 days വെക്കേഷൻ, അതുകൂടാതെ തന്നെ സമ്മർ വെക്കേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു നല്ലൊരു പ്രൊഫഷനാണ് ഈ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം ഈ ഒരു പോസ്റ്റിൽ കിട്ടുന്ന നല്ലൊരു പോസ്റ്റാണ് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ എക്സാമിന് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഒരു 129 കാൻഡിഡേറ്റ്സിനെ അല്ലേ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മെയിൻ ലിസ്റ്റ് ഇതുവരെ എക്സ്പയർഡ് ആയിട്ടില്ല അല്ലേ. ഈ വർഷം ഒക്ടോബർ 10 വരെ ആ മെയിൻ ലിസ്റ്റ് നിലവിലുണ്ട് താനും. ആൻഡ് ഓൾമോസ്റ്റ് 95 അഡ്വൈസസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 95 ആണ്. 95 അത് 24 ഓഗസ്റ്റ് 2023 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ലിസ്റ്റിന്റെ കാലാവധി ഇതുവരെ തീർന്നിട്ടുമില്ല. ഈ ഒക്ടോബറിലാണ് അതിന്റെ കാലാവധി തീരുന്നത്. നമുക്കറിയാം ഒക്ടോബർ 10 ആണ്. ഒക്ടോബർ 10, 2025 അതിന്റെ കാലാവധി
എക്സ്പയർ ആവും. അപ്പോൾ അതിന് മുമ്പ് തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇപ്പം നമ്മളിൽ പലരും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ എക്സാമിന്. പക്ഷേ നമ്മളിൽ പലർക്കും ഉള്ള ഒരു എന്താണ്, എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലേ നമ്മളിൽ പലർക്കും ഉണ്ടാകും. ഈ എക്സാമിന് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാണും. അതെ, അതായത് നമുക്ക് ഈ സിലബസും എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം, എങ്ങനെ തുടങ്ങണം, നമുക്ക് നല്ലൊരു ഗൈഡൻസ് വേണം. ബിക്കോസ് ഒരു സർഫസ് ലെവൽ സ്റ്റഡി കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ ഈ എക്സാം. കാരണം ബിടെക്കിന് നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും ഇൻ ഡെപ്ത് നമുക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ മാത്രമല്ല ഒരു ടോപ്പ് ലെവലിൽ നമുക്ക് എത്താനും സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളിപ്പോ റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു സർഫസ് ലെവൽ ക്വസ്റ്റ്യൻ അല്ല ഇപ്പൊ ചോദിക്കുന്നത്. ചില ഗേറ്റ് എക്സാമിൻസിന് ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പം പ്രതീക്ഷിക്കാം. അതൊരു കുറച്ച് ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള എക്സാംസിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കൊരു സെൽഫ് സ്റ്റഡി കൊണ്ട് മാത്രം അത് പറ്റില്ല. കാരണം ഒരു കണ്ടിന്യൂസ്ലി നമ്മളെ അസസ് ചെയ്യാനും കണ്ടിന്യൂസ് അസസ്മെന്റും അതുപോലെ തന്നെ നമ്മളെ കണ്ടിന്യൂസ് ഇവാലുവേഷനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടെസ്റ്റ് പേപ്പറുകൾ, ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താലേ നമുക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഒക്കെ നമുക്ക് അല്ലേ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മളൊരു അസസ്മെന്റ് നടത്തി നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ടോപ്പിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെല്ലാം നമുക്കൊരു മെന്ററിങ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വളരെ അത്യാവശ്യമാണ്. നമുക്ക് കാരണം നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് മസ്റ്റ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പഠിക്കാം, അങ്ങനെയുള്ള ഒരു കാര്യം മാത്രമേ പറ്റൂ. അതെ, എനിക്ക് തോന്നുന്നു PSC എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തു അല്ലേ? പബ്ലിഷ് ചെയ്തിട്ട് എന്നിട്ട് ഈ എക്സാം അപ്പം വരുന്ന സ്ലോട്ട് എന്ന് പറയുന്നത് സ്ലോട്ടും ആ കലണ്ടറിൽ ഓഗസ്റ്റ് ഇതേ വർഷം 25 വരെയാണ് ആ ഒരു പീരീഡ്. ഓഗസ്റ്റ് ഒക്ടോബർ ആണ്. ഒക്ടോബറിൽ തന്നെ അതെ, കാരണം ഈ നിലവിലുള്ള ലിസ്റ്റ് ഈ വർഷം 25 ഒക്ടോബർ 10 വരെ നിലവിലുണ്ട്. അപ്പൊ നമുക്ക് ആ ഒക്ടോബറിനുള്ളിൽ തന്നെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പം ഒരു കലണ്ടർ പീരീഡിൽ തന്നെ എന്തായാലും എക്സാം നടക്കും. അതെ, അപ്പം നമ്മൾക്ക് വളരെ കുറച്ച് സമയം, 8 മാസത്തോളം കൂടി അല്ലേ, കുറച്ച് സമയം കൊണ്ട് നമ്മൾ ബിടെക്കിന് പഠിക്കുന്ന എല്ലാ കോഴ്സ് സബ്ജക്റ്റുകളും നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ സിലബസിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സിലബസ് കണ്ടു കാണും, പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സിലബസിലേക്ക് വരുവാണെങ്കിൽ അത് കുറച്ച് ഓൾഡ് നമ്മുടെ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിന്റെ സിലബസ് ആണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. പുതിയ സിലബസ് ഉടൻ തന്നെ വരും. അപ്പോൾ വലിയ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു സബ്ജക്ട്സ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. പിന്നെ എക്സെപ്റ്റ് അവർ ചിലപ്പോൾ മേ ബി ന്യൂലി ഉള്ള ഒരു കുറച്ച് സബ്ജക്ട്സ് ആഡ് ചെയ്താലേ ഉള്ളൂ. പിന്നെ നമുക്ക് ബേസിക് പേപ്പേഴ്സിന്റെ കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഈ ഒരു കോർ സബ്ജക്റ്റുകളൊക്കെ നമുക്ക് പ്രീ റിക്വസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിലവിൽ അത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അതെന്തായാലും സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? പിന്നെ ഒരു സ്റ്റഡി പ്ലാൻ അല്ലേ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. പിന്നെ നമ്മൾ എല്ലാവരും ഏണസ്റ്റ് അക്കാഡമിയുടെ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സാറിന്റെ ഒരു ടോക്ക് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അപ്പൊ ആ സാറിന്റെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോക്കാണ്. സാറ് പറയുന്നത് ഒരു സർഫസ് ലെവൽ പഠിത്തം കൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. കാരണം കുറച്ച് ഡെപ്തിൽ അല്ലെങ്കിൽ ഒരു ഗേറ്റ് ലെവൽ പ്രിപ്പറേഷനിലാണ് സാർ ആ ഒരു ടോപ്പ് റാങ്ക് നേടിയെന്ന് സാർ അത് പറയുന്നുണ്ട്. ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയുള്ള ഒരു പ്രിപ്പറേഷനും ആയിരുന്നു അത്, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, വളരെ ശരിയാണ്. അപ്പോൾ ഈ നമ്മുടെ ഒരു സിലബസ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഉണ്ട് അല്ലെ, പിന്നെ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ഓപ്പാമ്പിന്റെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളർ ഉണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നല്ല വാസ്റ്റ് ആണ്. ഏറ്റവും വാസ്റ്റ്, ബിക്കോസ് അതിനകത്ത് എനിക്ക് തോന്നുന്നു അനലോഗ് കമ്മ്യൂണിക്കേഷനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, മൈക്രോവേവ്, അങ്ങനെ എല്ലാം കൂടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ഏരിയയും കൂടെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷന്റെ പോർഷൻ ഒക്കെ ഉണ്ട്. ഇൻസ്ട്രുമെന്റേഷനും പവർ ഇലക്ട്രോണിക്സ് അതെല്ലാം ഒരു മോഡ്യൂൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു സിലബസ് ആണ്. നമ്മൾ ബിടെക് ലെവലിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും കോർ സബ്ജക്റ്റുകളെല്ലാം. പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഉണ്ട്. അത് ഇലക്ട്രോണിക് സർക്യൂട്ട്സിനകത്ത് തന്നെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രീ റിക്വസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് തിയറി, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇതൊക്കെ ആവശ്യം തന്നെയാണ്. സിലബസിൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ബേസിക് ആയിട്ടുള്ള എലിമെന്ററി സിഗ്നൽസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ആ സബ്ജക്റ്റിനെ പറ്റി പറയുന്നില്ല, പക്ഷേ എന്നാലും അതിനെ ബേസിക് ഇലക്ട്രിക്കൽ പഠിക്കണമെങ്കിൽ കുറച്ച് നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ
അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ ഈ പറഞ്ഞ സിലബസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ അത് നല്ല ഇൻഡെപ്തിൽ പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗൈഡൻസും കാര്യങ്ങളും നമുക്ക് തീർച്ചയായിട്ടും വേണം. പിന്നെ നമുക്ക് മെറ്റീരിയൽസ് ഇപ്പം എനിക്ക് തോന്നുന്നു നെറ്റിലൊക്കെ തന്നെ ഒരുപാട് അവൈലബിൾ ആണ്. നമ്മളുടെ ബുക്സും അല്ലെ, കുറെ ലിങ്കുകളൊക്കെ ഇല്ലേ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ. നമുക്കിപ്പം ഗേറ്റ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആണെങ്കിൽ ഗേറ്റ് ക്വസ്റ്റ്യൻസിന് ഒരു ലിങ്ക് നമ്മുടെ IIT KGP ഖരഗ്പൂർ IIT ഖരഗ്പൂറിന്റെ ഒരു ലിങ്ക് ഉണ്ട് അല്ലേ. ഒരു ലിങ്ക് ഇപ്പം അതിന്റെ ലിങ്ക് ഇതാണ് gate.iitkgp.ac.in. അപ്പൊ അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പൊ അതിൽ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എടുത്ത് അനലൈസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൂടെ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ സർഫസ് ലെവലിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ഡെപ്തിൽ പോകാൻ പറ്റും. പിന്നെ ഇപ്പം ഓൺലൈൻ നോക്കുവാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരുപാട് സോൾഡ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയുണ്ട്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ഓൺലൈനിൽ കാണുന്നതിനകത്ത് മിസ്റ്റേക്സ് വരും. അപ്പൊ നമ്മൾ അതൊന്നുകൂടെ റെഫർ ചെയ്തിട്ട് വേണം ഓരോ ക്വസ്റ്റ്യൻസും. പിന്നെ വേറെ കുറെ സൈറ്റുകളൊക്കെ ഉണ്ട് അല്ലെ, exam.com, examveda അങ്ങനെയുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. ഇതൊക്കെ പക്ഷെ നോക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സബ്ജക്ട്സ് നല്ല ഇൻഡെപ്തിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അല്ലെ, ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടും. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു? 47.33 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് അല്ലെ. ടോപ്പ് മാർക്ക് എനിക്ക് തോന്നുന്നു 60. കട്ട് ഓഫ് മാർക്ക് 46.6. അതെ, ടോപ്പ് മാർക്ക് 67.33. ഓക്കെ. അപ്പൊ കഴിഞ്ഞ തവണ ക്വസ്റ്റ്യന് ഭയങ്കര ടഫ് ഒന്നും അല്ലായിരുന്നു, ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ കട്ട് ഓഫ് 67.33 പോയി അല്ലേ. അപ്പം നമുക്ക് നോർമലി എല്ലാ വർഷവും കണ്ടുവരുന്നത് ഒരു കട്ട് ഓഫ് മാർക്ക് അങ്ങ് ഒരുപാട് താഴേക്ക് പോകാറില്ല, അല്ലെങ്കിൽ കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഓരോ വർഷവും കുട്ടികളിൽ മാറുന്നുണ്ട്, കോമ്പറ്റീറ്റീവ് മൈൻഡ് കൂടുന്നുണ്ട്. അവരുടെ ആ ഒരു എല്ലാം തന്നെ പ്രിപ്പറേഷൻ ഒന്നും പഴയതുപോലെയല്ല, എല്ലാം ഒരു പുതിയ രീതിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സബ്ജക്റ്റുകളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ബിടെക്കിന് പഠിച്ചിട്ടുള്ള സിലബസിൽ നോക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ റെഫറൻസസ് കാണാം. അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എടുക്കുവാണെങ്കിൽ തന്നെ സ്മിത്ത് നല്ല ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷെ നമുക്ക് ഒരു ഇനിഷ്യലി ഇപ്പോ ബേസിക് അറിയാത്ത ഒരാളാണെങ്കിൽ ഭാർഗവ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഒക്കെ റെഫർ ചെയ്തിട്ട് ഈ സെദ്രാൻ സ്മിത്ത് അങ്ങനെയുള്ള, കാരണം പെട്ടെന്ന് ഇപ്പൊ ഒരു ബിടെക് കഴിഞ്ഞ് കുറെ ഒരു ടച്ച് ഇല്ലാതെ നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഭാർഗവ. ഈവൻ ബോയിൽസ്റ്റഡ് ഫസ്റ്റ് പേജ് മുതലേ നിങ്ങളത് വായിച്ച് ഒന്നും അങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വായിച്ച് അത് പഠിച്ച് നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. അപ്പൊ ഇലക്ട്രോണിക് സർക്യൂട്ട്സിന് ബോയിൽസ്റ്റഡ് ഭാർഗവ ഒക്കെ നല്ല ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ LIC ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് നമ്മൾ ഗേക്വാഡിന്റെ അല്ലെങ്കിൽ റോഹിത് ചൗധരി നല്ല ടെക്സ്റ്റ് ബുക്ക്. ഗേക്വാഡും നല്ല ടെക്സ്റ്റ് ബുക്ക്. അതെ, ശരിക്കും ഓപ്പാമിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും സാധാരണ ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കൊരു ചിരിയാണ് വരുന്നത്. കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും ഓപ്പാമിന്റെ ഒരു ക്വസ്റ്റ്യൻ. അതെ, അത് സെപ്പറേറ്റ് ഒരു മോഡ്യൂളായിട്ടാണ് ഈ LIC തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ പഠിക്കുവാണെങ്കിൽ ആ LIC എന്നുള്ള ഫുൾ ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടും. അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എടുക്കുകയാണെങ്കിലും നമുക്ക് ആനന്ദ് കുമാർ ഉണ്ട് ടെക്സ്റ്റ് ബുക്ക്. അതെ, പിന്നെ മോറിസ് മാനോ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ. കുറച്ചും കൂടെ ഹൈ ലെവലാണ്. പക്ഷെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മാത്രമല്ല, മൈക്രോ പ്രോസസർ മൈക്രോ കൺട്രോളറും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ സിലബസ് വന്നിരിക്കുന്നത്. കുറച്ച് നല്ല ഒരു ഇൻഡെപ്തിലുള്ള ഒരു സിലബസ് ആണ്. ഇനിയിപ്പോ പുതിയ ഒരു സിലബസ് അപ്ഡേഷൻ വരുമ്പോൾ മേ ബി അതിനകത്തൊരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ബിക്കോസ് ആ 8051 മൈക്രോ പ്രോസസർ എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ചിലപ്പം കൂടുതൽ ആഡ് ചെയ്യോ അല്ലെങ്കിൽ അത് മാറ്റുമോ. പക്ഷെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ട് തന്നെ കാണും അല്ലേ. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സിഗ്നൽസ് വരുന്നുണ്ട് അതിനകത്ത്. ബേസിക്സ്. അപ്പൊ അനലോഗ് കമ്മ്യൂണിക്കേഷന് നമുക്ക് റൂഡി ആൻഡ് കൂളം ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ലതാണ്. കമ്മ്യൂണിക്കേഷൻ കെന്നഡി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, നല്ല ടെക്സ്റ്റ് ബുക്ക് ആണ്. സൈമൺ ഹേക്കൻ കമ്മ്യൂണിക്കേഷന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സൈമൺ ഹേക്കൻ ആണ്. പിന്നെ പ്രോക്കിസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ട്, പക്ഷെ സൈമൺ ഹേക്കൻ ആണ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്. അതെ, പിന്നെ ലോക്കൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, ഗുപ്തയുടെ ഒക്കെ ടെക്സ്റ്റ്, സഞ്ജയ് ശർമ്മ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട്, റെഫർ ചെയ്യാൻ പറ്റുന്നതാണ് ബുക്കുകൾ തന്നെയാണ്. പിന്നെ നമ്മുടെ മൈക്രോ പ്രോസസർ മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ ബിടെക്കിന് പഠിച്ച ടെക്സ്റ്റ് തന്നെ നാഗൂർക്കണി എന്ന് പറയുന്ന ഓപ്ഷൻ നാഗൂർക്കണിയാണ്. ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ
പറയുന്നത്. ഈ എക്സാമിനേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് വാട്ട് വിൽ ബി ദ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈ പറയുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടും. ഇൻസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും 2-3 എണ്ണം തന്നിട്ട് റിസൾട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ ചോദിച്ചിങ്ങനെ കാണാറുണ്ട്. ഡിജിറ്റലിൽ നിന്നും മൈക്രോ കൺട്രോളറിൽ നിന്നും മൈക്രോ പ്രോസസറിൽ നിന്നും പറഞ്ഞ പോലെ ഒരു 11 മാർക്ക് 12 മാർക്കാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. 2-3 ക്വസ്റ്റ്യൻസ് മൈക്രോ കൺട്രോളറിൽ നിന്ന് മാത്രമായിരുന്നു. അതെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഓവറോൾ ഒരു സിലബസിനെ പറ്റി പറയുവാണെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. പവർ ഇലക്ട്രോണിക്സ് ഉണ്ട്, പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇൻസ്ട്രുമെന്റേഷൻ വരുന്നുണ്ട് അല്ലേ. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ആ ഒരു മോഡ്യൂൾ ലാസ്റ്റ്. അത് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബിംറ അല്ലേ, ബിംറയുടെ ടെക്സ്റ്റ് ബുക്ക് നല്ലതാണ്. അതെ അതെ, മൾട്ടിമീറ്റേഴ്സ് ഇൻസ്ട്രുമെന്റേഷൻസ് എല്ലാം തന്നെ വരുന്നതാണ്. അത് AK സോണി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്, AK സോണിയുടെ ടെക്സ്റ്റ് ബുക്കും വളരെ നല്ലതാണ്. അപ്പൊ അതെല്ലാം ആണ് നമ്മുടെ ആ ഒരു സിലബസിൽ പറയുന്നത്. അപ്പൊ നമ്മള് ബിടെക്കിന് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ആ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്താൽ തന്നെ നമുക്ക് സിലബസുകളിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ വീണ്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ലെവൽ സ്റ്റഡി അല്ലാതെ നിങ്ങൾ ഇൻ ഡെപ്തിൽ തന്നെ ഓരോ സബ്ജക്റ്റും പഠിക്കണം എന്നുള്ളതാണ്. അത് പിന്നെ ഈ ഒരു ലിമിറ്റഡ് പീരീഡ് തന്നെ കൊണ്ട് ഈ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ട് നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം വൺസ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. അപ്പോ അത് വേറൊരു ഇത് തന്നെയാണ്. ഒരാളുടെ ഒരു ഗൈഡൻസ്, ഒരു ഹെൽപ്പ്, അത് എന്റെയും അനുഭവമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിലേ നമുക്ക് ആ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റ്, അതെ, ഇവാലുവേഷൻ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എല്ലാവിധ ആ ഗൈഡൻസും നമ്മൾ ഏണസ്റ്റ് അക്കാഡമിയിൽ നിന്ന് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കും. അപ്പോൾ ഇനി ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ട് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. കാരണം നമുക്ക് ഇനി ആ ഒരു 8 മാസം, 8 എന്ന് പറയുന്നത് മിനിമം ഒരു ഇതാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാലയളവിൽ തന്നെ നമുക്ക് ഇത് 8 months, മോർ ദാൻ 8 months കിട്ടും. അതെ, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടൈം ആയില്ല, അല്ലെങ്കിൽ ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ താമസിച്ചു പോയി എന്നുള്ള ഒരു ഇതൊന്നും വേണ്ട. കുറെ ഗ്യാപ്പ് വന്ന, ബിടെക് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു, അങ്ങനെയൊക്കെ ഫീൽ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് നമുക്ക് ആമ്പിൾ ടൈം തന്നെയുണ്ട്. അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നമ്മൾ തരുന്നതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്താലുള്ള ഗുണം, നമ്മൾ ഇൻഡെപ്ത് പഠിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക്സിന്റെ ഏതൊരു എക്സാം വന്നാലും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇനിയിപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ വിളിക്കും, അതേകൂട്ട് തന്നെ ഏതൊരു ഇലക്ട്രോണിക്സ് പരീക്ഷ വിളിച്ചാലും ഇതിന്റെ ഒരു ഇൻഡെപ്ത് ആ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എല്ലാ സിലബസും കവർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അതെ അതെ ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇൻഡസ്ട്രീസ് എക്സിബിഷൻ ഓഫീസറിലൊന്നും ഇതുകൂട്ട് കവേർഡ് ആവുന്നില്ലായിരുന്നു നമ്മളുടെ കോർ സബ്ജക്റ്റുകൾ. അതെ, ഇപ്പൊ ഈ കോർ സബ്ജക്റ്റുകൾ നിങ്ങൾ ഇപ്പം നല്ല ഫൗണ്ടേഷൻ ഇട്ട് നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനുകൾക്കും എക്സാംസിനും നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇഷ്ടംപോലെ സമയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം എത്രയും വേഗം തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ഒരു ഗൈഡൻസിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഇതേ കൂട്ടുള്ള വീഡിയോസിനും കൂടുതൽ ഇൻഫോർമേഷനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഇനി അടുത്ത ഒരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.